ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2014 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ ഫൗണ്ട് ഫൂട്ടേജ് ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ദ പൊസിഷൻ ഓഫ് മൈക്കൽ കിങ്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു മിസ്റ്ററി ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനില് നമ്മുടെ കഥാനായകൻ മൈക്കൽ കിങ്ങിനെയും മൈക്കലിന്റെ കുടുംബത്തെയാണ് കാണിക്കുന്നത്. വൈഫിന്റെ പേര് സാം, ഒരു ആക്ട്രസ് ആയിരുന്നു. മകൾ എല്ലി. നമ്മുടെ മൈക്കിൾ ഒരു ചലച്ചിത്ര സംവിധായകനാണ്. അവൻ ഈ പ്രേതത്തിലോ ഭൂതത്തിലോ ഒന്നിലും വിശ്വസിക്കുന്ന ഒരാളല്ല. എന്തിന്, അവൻ ദൈവത്തിലും വിശ്വസിക്കുന്നില്ല. റിച്വൽസ്, ആഫ്റ്റർ ലൈഫ്, ബ്ലാക്ക് മാജിക് ഇതുപോലുള്ള ഒന്നിലും അവൻ വിശ്വസിക്കുന്നില്ല. എല്ലാം ഒരു തരത്തില് മനുഷ്യ മനസ്സിലെ ഭയം മാത്രമാണെന്നാണ് മൈക്കിൾ പറയുന്നത്. എന്നാൽ അവന്റെ വൈഫ് സാം ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. പുള്ളിക്കാരി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിക്കുന്ന ഒരാളാണ്. സാമിന്റെ സുഹൃത്ത് ബെവർലി എന്നൊരു ലേഡി ഒരു പാരനോർമൽ എക്സ്പേർട്ട് ആണ്. ആ സ്ത്രീ ഭാവി കാര്യങ്ങളൊക്കെ പറയും. വർഷങ്ങളായിട്ട് സാം തന്റെ ഭാവി കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ബെവർലിയാണ് കാണാനായിട്ട് പോകുന്നത്. എപ്പോഴൊക്കെ ഏതൊക്കെ മൂവിയിൽ അഭിനയിക്കാം, ഏതൊക്കെ മൂവിയിൽ അഭിനയിക്കാൻ പാടില്ല, എപ്പോ തന്റെ കരിയറിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാം, ഇതൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത് സാമിന്റെ സുഹൃത്ത് ബെവർലി ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം മൈക്കിളും കുടുംബവും സമ്മർ വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് ഒരു പാർക്കിലേക്ക് പോയി. അപ്പോ റോഡ് സൈഡിലായിട്ട് കാർ പാർക്ക് ചെയ്തിരുന്നില്ലേ, മീറ്റർ ബോക്സിലെ ചില്ലറ ഇട്ടില്ല എന്ന് പറഞ്ഞ് സാം കോയിൻ ഇടാനായിട്ട് കാറിന്റെ അടുത്തേക്ക് പോയി. ആ സമയത്താണ് ഒരു കാർ അങ്ങോട്ട് പാഞ്ഞു വരുന്നത്. സാം ആ ഒരു അപകടത്തില് മരണപ്പെട്ടു. തന്റെ വൈഫിന്റെ മരണം മൈക്കിളിന് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. സാമിന്റെ മരണശേഷം മൈക്കിള് വൈഫിന്റെ ഫ്രണ്ടായിട്ടുള്ള ബെവർലി എന്ന ആ പാരനോർമൽ എക്സ്പേർട്ടിനെ കാണാനായിട്ട് പോയി. മൈക്കിളിനെ കണ്ടതും ആ സ്ത്രീക്ക് ഒത്തിരി സന്തോഷായി. അവനു വേണ്ടി കുറെ കാർഡ്സ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ആ കാർഡ്സ് ഒക്കെ കണ്ട് ബെവർലി ആകെ ഷോക്കായി. അതിലെല്ലാം തന്നെ സാത്താന്റെ ചിത്രങ്ങളായിരുന്നു. ആ സ്ത്രീ കാർഡ്സ് കണ്ട ആ ഷോക്കിലിരിക്കുമ്പോ മൈക്കിള് ഒത്തിരി റൂഡായിട്ടാണ് ആ സ്ത്രീയോട് സംസാരിക്കുന്നത്. അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങി. ഇതൊക്കെ വെറും തട്ടിപ്പല്ലേ, ആളുകളെ പറ്റിക്കാൻ. നിങ്ങളുടെ വാക്ക് കേട്ടത് കാരണം എന്റെ സാം എന്നെ വിട്ടുപോയി. ഈ ഒരു കാര്യം കേട്ടതും ആ സ്ത്രീ ആകെ സ്റ്റക്കായി പോയി. സാം, അവൾക്ക് എന്താ പറ്റിയത്? സാമിന്റെ ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു യൂറോപ്പ് മൊത്തം കറങ്ങണം. മൈക്കിള് അവളുടെ സ്വപ്നം നിറവേറ്റാനായിട്ട് എല്ലാം തന്നെ പ്ലാൻ ചെയ്തു. പക്ഷേ ട്രിപ്പിന് പോവാനിരുന്ന അന്ന് രാവിലെ സാം ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്യായിരുന്നു. നിങ്ങൾ അന്ന് പറഞ്ഞത് യൂറോപ്പിലേക്ക് പോയ സാമിന്റെ ഫ്യൂച്ചർ നല്ലതാവില്ല എന്നാണ്. അന്ന് ഞങ്ങൾ ആ ട്രിപ്പിന് പോയിരുന്നെങ്കിൽ സാം ഇപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നേനെ. നിങ്ങളാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞ് മൈക്കിൾ ആ സ്ത്രീയോട് ഒത്തിരി ചൂടായി. ബെവർലി ആണെങ്കിൽ സാം മരിച്ചതറിഞ്ഞ് ആകെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ സാം മരണപ്പെടുമെന്ന് ആ സ്ത്രീക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് സാമിനോട് ട്രിപ്പ് ക്യാൻസൽ ചെയ്യാനായിട്ട് പറഞ്ഞത്. വൈഫിന്റെ മരണശേഷം മൈക്കിളിന്റെ സഹോദരി ബെത്ത് അവരോടൊപ്പമാണ് താമസിക്കുന്നത്. മൈക്കിളിന്റെ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ അവന് കുഞ്ഞിന്റെ കാര്യം ചിന്തിച്ച് വറീഡ് ആവേണ്ട ആവശ്യമില്ല. ബെത്ത് അത്രയും സ്നേഹത്തോടെ തന്നെയാണ് കുഞ്ഞിനെ നോക്കുന്നത്. ഇപ്പോ മൈക്കിൾ ആണെങ്കിൽ ഒരു ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഈ പ്രേതം, പിശാച്, ദൈവം ഇതൊന്നും സത്യമല്ലെന്ന് തെളിയിക്കാനായിട്ട്. അവൻ തന്റെ അനുഭവം വെച്ച് തന്നെയാണ് ഈ ഒരു ഡോക്യുമെന്ററി എടുക്കുന്നത്. അതായത് അത്യാവശ്യം ദൈവത്തിലും പ്രേതത്തിലും പിശാചിലും ഒക്കെ വിശ്വസിക്കുന്നവരെ മറ്റൊരു കൂട്ടം ആളുകള് അവരെ ഓരോന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് പണം സമ്പാദിക്കുന്നുണ്ട്. പ്രേതത്തിന്റെയും പിശാചിന്റെയും പേരും പറഞ്ഞ് ആളുകൾ പറ്റിക്കപ്പെടുന്നു. അവരുടെ ഭയത്തെ മുതലെടുത്താണ് ആളുകൾ പണം സമ്പാദിക്കുന്നത്. പ്രേതബാധ ഒഴിപ്പിക്കുന്നവര്, മന്ത്രവാദികള്, പാരനോർമൽ എക്സ്പേർട്ട്, ഭാവി പറയുന്നവര്, ഇവരൊക്കെ കള്ളം പറഞ്ഞ ആളുകളെ പറ്റിക്കുകയാണെന്ന് മൈക്കിളിന് പ്രൂവ് ചെയ്യണം. ഈ ഒരു കാര്യം അവന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചിട്ട് വേണം മൈക്കിളിനെ തന്റെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോവാൻ. അതിനുവേണ്ടി അവൻ തന്റെ ഈ ഒരു എക്സ്പെരിമെന്റിനെ കുറിച്ച് ഇന്റർനെറ്റിൽ പരസ്യം ചെയ്തു. ഇതുപോലുള്ള പ്രേതാനുഭവങ്ങള് താനുമായിട്ട് ഷെയർ ചെയ്യാം. ആ ഒരു പരസ്യത്തിന് അവന് ഒരുപാട് മെയിലുകൾ വന്നിരുന്നു. ഒരുപാട് ആളുകളാണ് ഇതുപോലുള്ള പ്രേതാനുഭവങ്ങള് അവൻ അയച്ചു കൊടുത്തിരിക്കുന്നത്. ഈ കഥകളൊക്കെ വായിച്ചു നോക്കിയ മൈക്കിൾ എന്താ പറയുന്നതെന്ന് വെച്ചാല്, പ്രേതോ പിശാചോ എന്ത് തന്നെ ആയാലും അത് തന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചാലേ താൻ ഈ കഥകളൊക്കെ വിശ്വസിക്കൂ. പിന്നീട് അവൻ അതിനു വേണ്ടിയുള്ള അന്വേഷണത്തിലായി. എങ്ങനെ പ്രേതത്തെ തന്റെ ദേഹത്തേക്ക് പ്രവേശിപ്പിക്കാം.
മൈക്കിള് തന്റെ ഈ ഒരു ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്യാനായിട്ട് അവന്റെ വീട് മുഴുവനും ക്യാമറ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പുറത്തുള്ള വിഷ്വൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് അവന്റെ സുഹൃത്തായിട്ടുള്ള ക്യാമറമാൻ ജോർദാനാണ്. അവൻ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ചരിത്രങ്ങളും പരിശോധിച്ചു നോക്കി. പലയിടത്തും പ്രേത കഥകളും അവരുടെ അനുഭവങ്ങളും കാണാം. എന്നാൽ അതൊക്കെ സത്യമാണെന്ന് തെളിയിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതിനുള്ള തെളിവുകള് ആരും തന്നെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല. മൈക്കിൾ ഇതുപോലൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ തെളിയിക്കാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ വെറും പച്ച കള്ളമാണെന്നാണ്. അടുത്ത ദിവസം തന്നെ നായകൻ തനിക്ക് മെയിൽ അയച്ചിരുന്ന ഫാദർ ഗിബൻസിനെ കാണാനായിട്ട് പോയി. ഫാദർ ഈ പറയുന്ന ഡീമൻസിന്റെ അനുഭവം അത് സത്യമാണെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും സയന്റിഫിക് പ്രൂഫ് ഉണ്ടോന്ന് അവൻ ഫാദറിനോട് ചോദിക്കുന്നുണ്ട്. തെളിവ് കണ്ടാലല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇത് കേട്ടതും ഫാദർ തന്റെ കുട്ടിക്കാലത്തുണ്ടായ ചില കാര്യങ്ങള് മൈക്കിളിനോട് പറയും. താൻ ആദ്യം ആ പിശാചിന്റെ ശബ്ദം കേട്ടു, പിന്നെ അവനെ നേരിട്ട് കാണുകയും ചെയ്തു. ഫാദർ ഗിബൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഫാദറിന്റെ അച്ഛൻ എന്നും രാത്രി അദ്ദേഹത്തെ ഉപദ്രവിക്കുകയായിരുന്നു. സ്വന്തം മകനെ തന്നെ അബ്യൂസ് ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ ഫാദറിന്റെ അമ്മയ്ക്ക് കണ്ടോണ്ട് നിൽക്കുകയല്ലാതെ തന്റെ മകനെ സഹായിക്കാനായിട്ട് കഴിഞ്ഞില്ല. എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കും. അത് കണ്ട് ഫാദറും ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ ദൈവം ആ പ്രാർത്ഥന കേട്ടില്ല. അച്ഛന്റെ ക്രൂരതകൾ മുഴുവനും ഫാദറിന് അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ അവസാനം വേറെ വഴിയില്ലാതെ ഫാദർ സാത്താനോട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി, തന്നെ സഹായിക്കാൻ പറഞ്ഞ്. എന്നാ ഫാദറിനെ ഞെട്ടിച്ചുകൊണ്ട് സാത്താൻ ആ പ്രാർത്ഥന കേട്ടു. അദ്ദേഹത്തിന്റെ തലയ്ക്കുള്ളിലെ എപ്പോഴും ഒരു ശബ്ദം കേട്ടോണ്ടിരിക്കും. അധികം വൈകാതെ അന്ന് രാത്രി തന്നെ ഫാദറിന്റെ അച്ഛനെ ആ സാത്താൻ കൊന്നുകളഞ്ഞു. അന്ന് രാത്രി വീട്ടിലേക്ക് തിരിച്ചെത്തിയ മൈക്കിള് ഫാദർ പറഞ്ഞതനുസരിച്ച് ആ സാത്താനെ വിളിച്ചു വരുത്താൻ തന്നെ തീരുമാനിച്ചു. ദൈവത്തിനോ അതോ സാത്താനോ ആർക്ക് വേണമെങ്കിലും എന്റെ ഈ ശരീരം എടുക്കാം, എനിക്ക് യാതൊരു തരത്തിലുള്ള ഭയമില്ല എന്ന് പറഞ്ഞ് അവൻ സാത്താനെ വരെ വെല്ലുവിളിച്ചു നോക്കി. എന്നാൽ എത്ര നേരം കാത്തിരുന്നിട്ടും യാതൊരു പ്രതികരണവുമില്ല. കണ്ടില്ലേ, സാത്താനും വന്നില്ല, ദൈവവും വന്നില്ല. ഇതൊക്കെ വെറും തട്ടിപ്പാണ്, മനുഷ്യന്റെ ഉള്ളിലെ ഭയം മാത്രമാണെന്ന് അവൻ ക്യാമറ നോക്കി പറഞ്ഞു. അടുത്ത ദിവസം മൈക്കിള് പ്രേതബാധ ഒഴിപ്പിക്കുന്ന ഒരു കപ്പിളിനെ കാണാനായിട്ട് പോയി. അവനും തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. ആ കപ്പിളാണെങ്കില് നിന്നെ ഞങ്ങൾ ശരിയാക്കി തരാന്ന് പറഞ്ഞ് മൈക്കിളിന്റെ കയ്യിലൊരു പേനയും കൊടുത്ത് അവനൊരു പേപ്പറും വെച്ചു കൊടുത്തു. അവനെ ഹിപ്നോട്ടൈസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മൈക്കിൾ ആണെങ്കില് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ കണ്ണു തുറന്നു. എന്നെ അങ്ങനെ ആർക്കും പറ്റിക്കാൻ കഴിയില്ല എന്നാ അവൻ കണ്ണു തുറന്നു നോക്കുമ്പോ മൈക്കിൾ ആ പേപ്പറില് വിചിത്രമായ എന്തൊരു രൂപത്തെ വരച്ചിരുന്നു. ഇത് കണ്ടതും മൈക്കിള് സമ്മതിക്കില്ല. ഇല്ല, ഇത് ഞാനല്ല വരച്ചത്, നിങ്ങൾ എന്തോ ട്രിക്ക് കാണിച്ചതാണ്. ഉടനെ തന്നെ ആ കപ്പിള് പറയും, ഞങ്ങൾക്ക് നിന്നെ പറ്റിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞ് മൈക്കിള് വരച്ചിരിക്കുന്നത് അതെന്താണെന്ന് പരിശോധിച്ചു നോക്കി. അതൊരു ഉറുമ്പിന്റെ ചിത്രമാണ്. സാധാരണ ഒരു ഉറുമ്പല്ല, അത് സാത്താന്റെ കാവൽക്കാരനാണ്. സാധാരണ സാത്താൻ നോട്ടമിട്ടിരിക്കുന്നവർക്ക് ചുറ്റും എപ്പോഴും ഇതുപോലുള്ള കറുത്ത ഉറുമ്പുകൾ ഉണ്ടാവും. നമ്മളതിനെ എത്രയൊക്കെ കൊന്നുകളയാൻ നോക്കിയാലും നമ്മളെ കൊണ്ട് അതിന് കഴിയില്ല. ഇത് കേട്ട മൈക്കിള് ഇതൊന്നും തന്നെ വിശ്വസിക്കാൻ തയ്യാറായില്ല. പ്രേതം തന്റെ ദേഹത്തേക്ക് പ്രവേശിച്ചാലേ മൈക്കിള് വിശ്വസിക്കൂ, കൊണ്ടാലേ പഠിക്കൂ എന്ന് പറഞ്ഞതുപോലെ അതിനുവേണ്ടി അവര് മൈക്കിളിന്റെ ദേഹത്തേക്ക് പ്രേതാത്മാവിനെ പ്രവേശിപ്പിക്കാനായിട്ട് ഏതാണ്ട് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ചടങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ട്. അവന് ഈ സമയത്ത് അവര് ഡ്രഗ്സ് ഒക്കെ കൊടുത്തിരുന്നു. സത്യത്തിലെ ആ ചടങ്ങുകളൊക്കെ കണ്ട് മൈക്കിള് പേടിച്ചു എന്നല്ലാതെ ഒരു പ്രേതവും അങ്ങോട്ട് വന്നില്ല. അങ്ങനെ ഈ രണ്ടാമത്തെ എക്സ്പെരിമെന്റും ഫേക്ക് ആണെന്ന് മൈക്കിളിന് മനസ്സിലായി. ഇതുകൊണ്ടൊന്നും തന്നെ മൈക്കിള് തന്റെ അന്വേഷണം അവസാനിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ അടുത്ത ദിവസം തന്നെ ഒരു മോർട്ടീഷ്യനെ കാണാനായിട്ട് പോയി. അദ്ദേഹം ഒരു ഫ്യൂണറൽ ഹോം നടത്തുന്നുണ്ട്. മൈക്കിളിന്റെ ഈ ഒരു ആവശ്യം കേട്ട് ആ മോർട്ടീഷ്യനും ആദ്യം സമ്മതിക്കില്ല. ഇത് വളരെ അപകടം പിടിച്ചതാണ്. നമ്മുടെ ശരീരം അത് നമ്മുടെ ആത്മാവിന് മാത്രം സ്വന്തമാണ്. അത് മറ്റൊരാത്മാവിന് കൊടുത്താൽ പിന്നെ നമുക്കത് പഴയതുപോലെ ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതൊത്തിരി റിസ്ക് ആണ്. ചിലപ്പോ എന്നേക്കുമായി നമുക്ക് നമ്മുടെ വ്യക്തിത്വം തന്നെ നഷ്ടപ്പെടും. ഈ മോർട്ടീഷ്യൻ ആണെങ്കിൽ ഈ കൂടോത്രൊക്കെ ചെയ്യാൻ അറിയാം. മൈക്കിള് ഒരുപാട് നിർബന്ധിച്ചപ്പോ പിന്നെ അയാള് അവനെ തടയുന്നില്ല. ഇനി വരുന്നതൊക്കെ മൈക്കിള് തനിയെ ഫേസ് ചെയ്യണം. മൈക്കിളിന്റെ ദേഹത്തേക്ക് പ്രേതാത്മാവിനെ പ്രവേശിപ്പിക്കാനായിട്ട് ഇന്ന് മരണപ്പെട്ട ഒരു വ്യക്തിയുടെ മൃതദേഹത്തിൽ നിന്ന് പല്ലുകളൊക്കെ പറിച്ചെടുത്തു. എന്നിട്ട് ആ പല്ലുകളൊക്കെ ഒരു തവളയുടെ വയറ്റിനകത്തുണ്ടായിരുന്ന ഒരു പ്രത്യേകതരം ലിക്വിഡിൽ പുരട്ടി ആ പല്ലുകളൊക്കെ മൈക്കിളിന്റെ ശരീരത്തിൽ തുന്നി ചേർത്തു. ശേഷം അന്ന് രാത്രി തന്നെ ആ മോർട്ടീഷ്യനും മൈക്കിളും ചേർന്ന് ഒരു സെമിത്തേരിയിലേക്ക് പോയി ഏതാണ്ട് മന്ത്രവാദ ചടങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഈ ശബ്ദവും ബഹളവും
ബഹളമൊക്കെ കേട്ട് സെക്യൂരിറ്റി ഗാർഡ് പോലീസിനെ വിളിച്ചു വരുത്തി. അവരെല്ലാവരും 4 ഭാഗത്തേക്കായിട്ട് ഓടി രക്ഷപ്പെട്ടു. മൈക്കിളും ക്യാമറാമാനും വേഗം തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന പള്ളിക്കകത്തേക്ക് ഓടിക്കേറി. എന്നാ ഇപ്പോ മൈക്കിളിനെ കാണാനില്ല. ജോർദാൻ ആ ചർച്ചിനകത്ത് മുഴുവനും അവനെ തെരഞ്ഞു നോക്കി. എത്ര വിളിച്ചിട്ടും മൈക്കിള് വിളി കേൾക്കുന്നില്ല. ഈ സമയത്താണ് ക്യാമറമാൻ ആ കാഴ്ച കാണുന്നത്. മൈക്കിള് പ്രേതം കേറിയതുപോലെ ചർച്ചിന് മുകളിൽ കേറി നിൽക്കുന്നുണ്ട്. അവന്റെ കണ്ണുകളൊക്കെ ഫുൾ ബ്ലാക്ക് കളറായി. ജോർദാനാകെ ഭയന്നു പോയി. മൈക്കിൾ, നീ താഴേക്കിറങ്ങ്. അപ്പോ മൈക്കിൾ ഒരു ക്രീപ്പി വോയിസിൽ പറയും, എനിക്ക് മരിക്കണ്ട. ഇത് പറഞ്ഞവൻ ജോർദാന്റെ ദേഹത്തേക്ക് എടുത്ത ഒറ്റ ചാട്ടമാണ്. താഴേക്ക് വീണതും മൈക്കിൾ ഒന്ന് നോർമലായി. പക്ഷേ അവൻ സംസാരിച്ചത് മൈക്കിളിന് ഓർമ്മയുണ്ട്. അവൻ ചിന്തിക്കുന്നത് എന്താന്ന് വെച്ചാല് അത് തന്റെ വൈഫാണ്. സാം ആണ് അവനോട് സംസാരിച്ചത്. അവൻ കുറച്ചു സമയം സാമിനെ പറ്റി തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം മൈക്കിളിന് ഭയങ്കരമായിട്ട് തലവേദനിക്കാൻ തുടങ്ങി. തലയ്ക്കുള്ളിലെ എന്തോ ഒരു ശബ്ദം കേൾക്കാം. അതങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവൻ ആ ശബ്ദം കാരണം ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാതായി. മൈക്കിൾ ആദ്യം കരുതിയത് താൻ ഈ റിച്വൽസ് ഒക്കെ ചെയ്യാൻ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചിരുന്നില്ലേ, ചിലപ്പോ അതുകൊണ്ടായിരിക്കാമെന്നാണ്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് ഉറങ്ങാനേ കഴിഞ്ഞില്ല. അടുത്ത ദിവസം മൈക്കിള് തന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ബെല്ല എന്ന ലേഡിയെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ആ സ്ത്രീക്ക് മരിച്ചുപോയവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോ മൈക്കിള് ക്യാമറ നോക്കിയിട്ട് പറയും, നമുക്ക് നോക്കാം ഇത് സത്യാണോ അതോ വല്ല തട്ടിപ്പാണോന്ന്. അവൻ ബെല്ലയുടെ പ്രോഗ്രാം കഴിയാനായിട്ട് കാത്തിരുന്നു. ഇപ്പോ ആ സ്ത്രീ ആണെങ്കില് പതിയെ പതിയെ മൈക്കിളിന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ബെല്ലയ്ക്ക് എന്തോ ഒരു എനർജി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു സ്ത്രീയുടെ ആത്മാവാണ്. അവൾക്ക് എന്തോ ഒരു കാര്യം ആരോടോ പറയാനുണ്ട്. അതാരോടാണെന്ന് പറഞ്ഞ് ബെല്ല മൈക്കിളിന്റെ അടുത്ത് എത്തിയതും ആ സ്ത്രീ മൈക്കിളിന്റെ വൈഫിന്റെ സ്വരത്തിൽ പറയും, മൈക്കിൾ, നീ ഞാൻ പറയുന്നത് കേൾക്ക്. ഇത് പറഞ്ഞതും ആ സ്ത്രീ അവിടെ താഴെ കിടന്ന് പെടയാൻ തുടങ്ങി. ഈ ഒരു കാര്യം കണ്ട് മൈക്കിൾ ആകെ ഷോക്കായി. അത് തന്റെ വൈഫിന്റെ ശബ്ദമായിരുന്നു. അവൾക്ക് തന്നോട് എന്തോ പറയാനുണ്ടായിരുന്നു. പക്ഷേ അതെന്താണെന്ന് വ്യക്തമായില്ല. ഈ ഒരു സെക്കൻഡില് അവൻ അങ്ങനെ തോന്നിയെങ്കിലും മൈക്കിൾ ഇപ്പോഴും ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ലോ. ചിലപ്പോ ആ സ്ത്രീക്ക് തന്നെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് ഒരു ഷോ കാണിച്ചതാണെങ്കിലോ ആളുകളെ പറ്റിക്കാൻ. തുടർന്ന് മൈക്കിളിന്റെ പെരുമാറ്റത്തില് എന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അവന് പതിയെ പതിയെ തന്റെ കൺട്രോള് തന്നെ നഷ്ടപ്പെടാൻ തുടങ്ങി. എത്ര ശ്രമിച്ചിട്ടും രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. തലയ്ക്കുള്ളിലെ ശബ്ദം അവനെ സഹിക്കാനേ പറ്റുന്നില്ല. ചിലപ്പോ രാത്രി സമയത്ത് അവൻ മണിക്കൂറുകളോളം സ്റ്റക്കായിട്ട് നിൽക്കും. കാര്യങ്ങളൊക്കെ അവന്റെ കൈ വിട്ടു പോവാൻ തുടങ്ങി. ഒടുവിലെ തനിക്കെന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ മൈക്കിള് പിറ്റേന്ന് തന്നെ ഒരു സൈക്കിയാട്രിക് ഡോക്ടറെ ചെന്ന് കണ്ടു. 6 മാസങ്ങൾക്ക് മുൻപാണ് മൈക്കിളിന്റെ വൈഫ് മരണപ്പെട്ടത്. ചിലപ്പോ അതിന്റെ സ്ട്രെസ് ആവാന്ന് പറഞ്ഞ് ഡോക്ടർ അവനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നുണ്ട്. മൈക്കിളിന്റെ തലയ്ക്കുള്ളിലെ ശബ്ദം അതെന്താണ് അവനോട് പറയുന്നത് അത് കണ്ടെത്താനായിട്ട്. പക്ഷേ ആ തെറാപ്പി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അവൻ എന്തൊക്കെയോ പിച്ചും പെയ്യൊക്കെ പറഞ്ഞ് പേടിപ്പെടുത്തുന്ന രീതിയിൽ ഒച്ച വെച്ച് താഴേക്ക് വീണു. ഈ കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തോണ്ട് നിന്നിരുന്ന ക്യാമറമാന്റെ കിളിയൊക്കെ പോയി. ഇങ്ങനൊരു കാഴ്ച താൻ ഹൊറർ സിനിമയിൽ പോലും കണ്ടിട്ടില്ല. എനിക്കെന്തോ ഇതൊന്നും അത്രയ്ക്ക് നല്ലതായിട്ട് തോന്നുന്നില്ല. മൈക്കിൾ, നീ ഇതൊക്കെ അഭിനയിക്കുന്നതാണോ? അതിന് മൈക്കിള് പറയും, ഒരിക്കലുമില്ല. ഇത് കേട്ടതോടെ ജോർദാൻ ആകെ പേടിയായി. എന്നെ കൊണ്ട് ഇനി ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജോർദാൻ ഈ ഒരു ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്യുന്നത് നിർത്തിപ്പോയി. ക്യാമറമാൻ ഈ ജോലി തന്നെ ഉപേക്ഷിച്ച് പോവാണ്. ഇതിനുശേഷം എന്താ, മൈക്കിള് തനിയെ വീഡിയോ ഷൂട്ട് ചെയ്യണം. അവൻ ഈ കാര്യങ്ങളൊക്കെ ക്യാമറ നോക്കി പറഞ്ഞ് തന്റെ തലയ്ക്കുള്ളിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം അതെന്താണ് അവനോട് പറയുന്നത്. മൈക്കിള് അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് പെട്ടെന്നൊരു പ്രാവ് വന്ന് വിൻഡോ ഗ്ലാസ്സിലിടിക്കുന്നത്. അവൻ ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോ വെളിയില് ഒരു പ്രാവ് ചത്തു കിടക്കുന്നുണ്ട്. വെളിയില് കെട്ടിയിട്ടിരുന്ന അവരുടെ ഡോഗിനെ ഇപ്പൊ കാണാനുമില്ല. മൈക്കിൾ അങ്ങനെ ഡോഗിനെ തെരഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന നേരത്താണ് സ്വപ്നം കണ്ട് പേടിച്ചെന്ന് പറഞ്ഞ് എല്ലി അച്ഛന്റെ അടുത്തേക്ക് ഓടി വരുന്നത്. ഡാഡി, ഞാൻ മോൺസ്റ്ററെ കണ്ടു. ഇത് കേട്ടത് മൈക്കിള് മകളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതൊരു ചീത്ത സ്വപ്നല്ലേ. ഇനി മോള് സ്വപ്നം കാണുമ്പോ ഡാഡി ആ സ്വപ്നത്തിൽ വന്ന് ആ മോൺസ്റ്ററെ ഓടിച്ചു വിടാം. ഉടനെ തന്നെ എല്ലി പറയും, അച്ഛനെ കൊണ്ടതിന് പറ്റില്ല. അച്ഛനാണ്, ഡാഡിയാണ് മോൺസ്റ്റർ. ഈ ഒരു കാര്യം കേട്ടതും മൈക്കിളിന് പിന്നെ എന്ത് പറയണോന്നറിയില്ല. ഡാഡി മോൺസ്റ്റർ ഒന്നുമല്ല. ഡാഡി നിന്നെ വേദനിപ്പിക്കാറുണ്ടോ? ഇല്ലല്ലോ, പേടിക്കണ്ട. ഞാൻ ചെന്ന് വേഗം തന്നെ നമ്മുടെ ഡോഗിനെ തെരയാന്ന് പറഞ്ഞ് മൈക്കിള് വീടിന് വെളിയിലേക്ക് ഇറങ്ങി. ബാക്ക്യാർഡ് മുഴുവനും തെരഞ്ഞു നോക്കിയിട്ടും ഡോഗിനെ കാണാനില്ല. കുഞ്ഞിനാണെങ്കില് ആ ഡോഗ് ഇല്ലാതെ ഊണും ഉറക്കമൊന്നും ഉണ്ടാവില്ല. ഈ സമയത്ത് അവൻ ആ പ്രാവ് അവിടെ ചത്തു കിടന്നിരുന്നില്ലേ, അതിനെ നോക്കാനായിട്ട് അങ്ങോട്ട് ചെന്നെങ്കിലും
അവിടെ കിടന്നിരുന്ന പ്രാവിനെ ഇപ്പൊ കാണാനില്ല. ഇപ്പോഴാണ് തൊട്ടടുത്ത ഷെഡിൽ നിന്ന് എന്തോ തട്ടിമറിച്ചിടുന്ന ശബ്ദം കേൾക്കുന്നത്. മൈക്കിൾ ആ ഷെഡിലേക്ക് ചെന്ന് നോക്കുമ്പോ അവിടെ ഒരു ട്രാഷ് ബോക്സ് തട്ടിമറിഞ്ഞ് കിടക്കുന്നുണ്ട്. അതിനകത്ത് എന്തോ അനങ്ങുന്നുണ്ടായിരുന്നു. ആകെ പേടിച്ചു പോയി അവൻ അതെന്താന്നറിയാനായിട്ട് ആ ട്രാഷിന്റെ മൂടി മാറ്റി നോക്കി. അതാ ചത്തു വീണ് കിടന്നിരുന്ന പ്രാവായിരുന്നു, നിറയെ ഉറുമ്പുകളൊക്കെ ആയിട്ട്. അല്ല, മുറ്റത്ത് കിടന്നിരുന്ന പ്രാവ് എങ്ങനെയാ ഈ പാത്രത്തിനകത്ത് വന്നത്? അവൻ ആ ഒരു കാര്യം ചിന്തിച്ച് തിരികെ വീടിനകത്തേക്ക് നടക്കുന്ന നേരത്ത് അവൻ വെറുതെ ഒന്ന് ആ പ്രാവ് വന്നിടിച്ചില്ലേ ആ ഗ്ലാസ് വിൻഡോയിലേക്ക് നോക്കി. അപ്പതേ വീടിനുള്ളിലെ ഒരു സാത്താന്റെ രൂപം. അവൻ ആ സാത്താനെ കണ്ടതും അതവിടെ നിന്ന് മാറിപ്പോയി. പിന്നെ പറയണ്ടല്ലോ, ഈ ഒരു കാഴ്ച കണ്ടതും അവൻ മരണഭയത്തിലെ വീടിന് മുകളിലേക്ക് ഓടി. ഈ ബഹളമൊക്കെ കേട്ട ബെത്തും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അങ്ങോട്ട് ഓടിയെത്തി. അങ്ങനെ തന്നെ രണ്ടുപേരും കൂട്ടിയിടിച്ച് താഴേക്ക് വീഴുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ മകളുടെയും ബെത്തിന്റെയും മുറി തുറന്നു നോക്കി. ആ സാത്താൻ അവിടെ കാണാനില്ല. മൈക്കിൾ, നിനക്ക് എന്താ പറ്റിയത്? പ്ലീസ് സ്റ്റോപ്പ്, ഇതൊന്ന് നിർത്തോ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്? ഇതൊക്കെ നീ ആക്ട് ചെയ്യുന്നതല്ലേ? അപ്പോ മൈക്കിള് സഹോദരിയോട് പറയും, എന്നെ കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, ഞാൻ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, രൂപങ്ങൾ കാണുന്നുണ്ട്. ബെത്ത് വേഗം തന്നെ തന്റെ ഉറക്ക ഗുളിക എടുത്ത് അത് മൈക്കിളിന് കൊടുത്തു. നാളെ രാവിലെ എല്ലാം ശരിയാവൂന്ന് പറഞ്ഞ് ബെത്ത് അവനെ ആശ്വസിപ്പിക്കുകയാണ്. അടുത്ത ദിവസം മൈക്കിള് തനിക്ക് ചുറ്റും 3-4 ക്യാമറയൊക്കെ ഓണാക്കി വെച്ച് ആ സാത്താനുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഉറക്ക ഗുളിക കഴിച്ച് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്നാണ് അവൻ കരുതിയത്. എന്നാൽ ആ ശബ്ദങ്ങള് അവനെ വിടാതെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് തന്നെയായാലും അത് താൻ ഫേസ് ചെയ്തേ പറ്റൂ. ഇനി ഇതൊന്നും സത്യമല്ലാന്ന് വിശ്വസിച്ച് കണ്ണടച്ചിരുന്നിട്ട് കാര്യമില്ലാന്ന് മൈക്കിളിന് മനസ്സിലായി. അവൻ വളരെ സമാധാനത്തില് ആ സാത്താനോട് പറഞ്ഞു, ഓക്കെ, ഞാൻ സമ്മതിച്ചു. പ്രേതം, ഭൂതം, പിശാച് ഇതൊക്കെ സത്യമാണ്. ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? എനിക്കറിയാം ഇതെന്റെ മാത്രം ചോയ്സ് ആയിരുന്നു. എനിക്കിതൊക്കെ നിർത്തണം. എന്നേക്കുമായിട്ട് എന്നെ വിട്ടൊന്ന് പോവോ? അവൻ ഈ സമയം കരയുന്നുണ്ട്. മൈക്കിൾ ഇത് പറഞ്ഞതും ആ സാത്താൻ ഇല്ലാന്ന് പറഞ്ഞ് അവനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. എല്ലാം കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കിയ മൈക്കിള് ഇനി എന്ത് ചെയ്യണോന്നറിയാതെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവൻ ഫാദർ ഗിബൻസിനെ കാണാനായിട്ട് മഠത്തിലേക്ക് ഓടിയെത്തിയെങ്കിലും അപ്പോഴേക്കും ഫാദർ ഗിബൻസ് മരിച്ചിരുന്നു. ഇത് കേട്ടതും മൈക്കിൾ ആകെ ഷോക്കായി. ഇനി തന്നെ ആര് സഹായിക്കും? അവൻ ചർച്ചിലെ വലിയ ഫാദറിനോട് കരഞ്ഞ് കാല് പിടിച്ചു നോക്കി. ഫാദർ, തന്റെ ദേഹത്ത് സാത്താനുണ്ട്, എന്നെ രക്ഷിക്കണം. എന്നാ ആ വലിയ ഫാദർ അവനെ സഹായിക്കാനായിട്ട് തയ്യാറായില്ല. ഇവിടെ പ്രേതബാധയൊന്നും ഒഴിപ്പിക്കില്ല, അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാന്ന് പറഞ്ഞ് ഫാദർ അവനെ പിടിച്ച് പുറത്താക്കി. ഇനി എന്ത് ചെയ്യും? ആരെ ചെന്ന് കാണും? മൈക്കിള് നേരെ മോർട്ടേഷന്റെ അടുത്തേക്ക് ഓടി. എന്നാൽ അയാളും അവനെ സഹായിക്കാനായിട്ട് തയ്യാറായില്ല. കാരണം ഇതൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജോലി പോവും, ജയിലിൽ പോയി കിടക്കേണ്ടി വരും. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നമ്മുടെ ശരീരം നമ്മുടെ ആത്മാവിന് മാത്രം സ്വന്താണെന്ന്. അപ്പൊ നീ അതൊന്നും കേട്ടില്ല. വേഗം ഓടിക്കോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ആ മോർട്ടേഷൻ അവനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. മൈക്കിള് പിന്നെ ഒന്നും തന്നെ ചിന്തിക്കാൻ നിന്നില്ല. നേരെ ആ പ്രേതബാധ ഒഴിപ്പിക്കുന്ന കപ്പിളിന്റെ വീട്ടിലേക്ക് ഓടിയെത്തി. അവൻ മര്യാദയ്ക്ക് അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നെങ്കിലേ അവരൊരു പക്ഷേ സഹായിച്ചേനെ. എന്നാ മൈക്കിളാണെങ്കില് ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ ഇതിനൊക്കെ കാരണം നിങ്ങളാന്ന് പറഞ്ഞ് അയാളെ പിടിച്ച് ഉപദ്രവിക്കുന്നുണ്ട്. ഇത് കണ്ട് അയാളുടെ വൈഫ് വെറുതെ ഇരിക്കോ? ഒരു വലിയ തോക്കായിട്ട് വന്ന് ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലൂന്ന് പറഞ്ഞ് അവരും മൈക്കിളിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. പിന്നീട് മൈക്കിളിനെ എന്ത് ചെയ്യണോന്നറിയില്ല. അവൻ പ്രേതബാധ ഒഴിപ്പിക്കുന്ന ഒരുപാട് പേരെ ഫോണില് കോണ്ടാക്ട് ചെയ്ത് നോക്കി. അവരാരും തന്നെ അവനെ സഹായിക്കാൻ തയ്യാറായില്ല. അവസാനം വേറെ വഴിയില്ലാതെ അവന്റെ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്തു. അവരും അവനെ സഹായിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. ഒന്ന് സമാധാനായിട്ട് കണ്ണടയ്ക്കാന്ന് വെച്ചാലേ അവന്റെ തലയ്ക്കുള്ളിലെ ആ ശബ്ദങ്ങള് അവനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എവിടെ നോക്കിയാലും കറുത്ത ഉറുമ്പുകളാണ്. ഒരു ഉറുമ്പിനെ കൊന്ന വേറൊരു ഉറുമ്പ് വരും. അങ്ങനെ ഉറുമ്പിനെ കൊന്നു തീരാതായി. ഈ സമയത്താണ് എനിക്ക് ഗെയിം കളിക്കണമെന്ന് പറഞ്ഞ് എല്ലി അച്ഛന്റെ അടുത്തേക്ക് വരുന്നത്. പെട്ടെന്ന് മൈക്കിളിന്റെ മട്ടും ഭാവമൊക്കെ ആകെ മാറാൻ തുടങ്ങി. അവനൊരു ഉറുമ്പിനെ പിടിച്ച് അത് കുഞ്ഞിന്റെ ചെവിയിലേക്ക് ഇടുന്നതിന് മുന്നേ ബെത്ത് അങ്ങോട്ട് വന്ന് കുഞ്ഞിനെ പിടിച്ചു മാറ്റി. കാരണം മൈക്കിളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, അവന്റെ പെരുമാറ്റം ഇതൊക്കെ കണ്ട് ആകെ പേടി തോന്നിയ ബെത്ത് കുഞ്ഞിനെ അധിക നേരം അവന്റെ അടുത്തിരുത്തില്ല. ഉറങ്ങാൻ നേരായി എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് മുറിയിലേക്ക് പോയി. അന്ന് പാതിരാത്രിയായതും സാത്താന്റെ കൺട്രോളിലായ മൈക്കിള് തന്റെ ക്യാമറയും കൊണ്ട് മകളുടെ മുറിയിലേക്ക് ചെന്നു. അവനൊരു കത്തിയായിട്ട് ആ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. പിന്നെ എന്ത് പറ്റിയെന്നറിയില്ല. പിറ്റേന്ന് രാവിലെ മൈക്കിള് ഉറക്കത്തിൽ നിന്ന് കണ്ണ് തുറന്നു നോക്കുമ്പോ അവന്റെ കൈ നിറയെ ബ്ലഡ് ആയിരുന്നു. അവന്റെ കണ്ണുകളൊക്കെ ചുവന്ന നിറത്തിലായി. ആകെപ്പാടെ പേടിച്ചുപോയ മൈക്കിള്
ആ ഡ്രോവർ തുറന്നു നോക്കുമ്പോൾ അവന്റെ മകളുടെ ഫോട്ടോ നിറയെ ബ്ലഡാണ്. കൂടെ തന്നെ ഒരു കത്തിയുണ്ട്. മൈക്കിളിന് അവന്റെ തലയൊക്കെ ആകെ ചുറ്റാൻ തുടങ്ങി. എന്റെ മോൾക്ക് എന്ത് പറ്റി? ഈ സമയത്താണ് വീടിന് മുകളിൽ നിന്ന് ബെത്തിന്റെ അലറി വിളിച്ചുള്ള കരച്ചിൽ കേൾക്കുന്നത്. ഇവനാണെങ്കിലേ ആകെ തകർന്നൊരവസ്ഥയില് പേടിച്ചരണ്ട് മേലേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോ മകളുടെ ബെഡ് നിറയെ ബ്ലഡാണ്. ബെത്ത് പേടിച്ചരണ്ട് ഒരു മൂലയ്ക്ക് ചെന്ന് നിൽക്കുന്നുണ്ട്. ബെത്തിന് ആ കർട്ടൻ മാറ്റി നോക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അത് കണ്ട് മൈക്കിളും ആകെ സ്റ്റക്കായിട്ട് നിൽക്കുക. താൻ മകളെ എന്തെങ്കിലും ചെയ്തോ അവന് ഓർമ്മയില്ല. മനസ്സ് കല്ലാക്കിക്കൊണ്ട് മൈക്കിൾ ആ കർട്ടൻ മാറ്റി നോക്കി. അത് കുഞ്ഞായിരുന്നില്ല, അവരുടെ ഡോഗായിരുന്നു. ഇന്നലെ രാത്രി മൈക്കിളിന്റെ ദേഹത്തെ ആ സാത്താൻ കൊന്നത് അവരുടെ ഡോഗിനെയായിരുന്നു. ബെത്ത് ഇത് കണ്ട് അലറി വിളിച്ച് കരയുന്ന നേരത്താണ് എല്ലി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ആ മുറിയിലേക്ക് വരുന്നത്. അവള് സ്വപ്നത്തിലെ മോൺസ്റ്ററെ കണ്ടു എന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി കബോർഡിനകത്താണ് ഉറങ്ങിയത്. അതുകൊണ്ടാണ് കുഞ്ഞു രക്ഷപ്പെട്ടതും. ബെത്ത് വേഗം തന്നെ കുഞ്ഞിന്റെ കണ്ണ് പൊത്തിപ്പിടിച്ച് ആ മുറിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ബെത്ത് ആ വീട്ടിലെ ഒരു നിമിഷം പോലും നിന്നില്ല. മൈക്കിളിന്റെ മകളെയും കൊണ്ട് ആ വീട്ടിൽ നിന്നിറങ്ങി. ആകെപ്പാടെ കൺട്രോൾ നഷ്ടപ്പെട്ട നായകൻ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചിട്ടു. സാമിന്റെ പ്രിയപ്പെട്ട ഡോഗിനെ ഞാൻ കൊന്നു. ഇതൊന്നും ഞാൻ ചെയ്തതല്ല, എന്നെ കൊണ്ട് അതിന് കഴിയില്ല. സാത്താനെ എന്നെ വിട്ടു പോവെന്ന് പറഞ്ഞ് അവൻ ആ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞു. ഭാഗ്യത്തിനാണ് അവന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കാതിരുന്നത്. ഇനി എന്നെ കൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല. മൈക്കിള് എക്സോസിസം ചെയ്യുന്നതൊക്കെ വായിച്ച് പഠിച്ച് അവൻ തനിയെ എക്സോസിസം ചെയ്യുന്നുണ്ട്. അവൻ ആ ബൈബിള് വായിക്കും തോറും മൈക്കിളിന്റെ ശരീരത്തിലേക്ക് തീ പടരാൻ തുടങ്ങി. അവനെ കൊണ്ടത് വായിക്കാൻ പറ്റുന്നില്ല. നീ അത്രയ്ക്കായോന്ന് പറഞ്ഞ് ആ സാത്താൻ അവനെ അങ്ങോട്ടിങ്ങോട്ടൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. മൈക്കിളിന് അവനെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അവനൊരു കത്തിയെടുത്ത് തന്റെ ശരീരത്തിലെ ഒരു സിംബല് വരയ്ക്കുന്നുണ്ട്. ആ മരണവേദനയിലെ അവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ദൈവത്തെ വിളിച്ചു കരഞ്ഞു. അവന് അറിയാവുന്ന മന്ത്രങ്ങളൊക്കെ പറഞ്ഞു നോക്കി. എന്നിട്ടും യാതൊരു കാര്യവുമില്ല. അവൻ ഓരോ പ്രാവശ്യവും ആ സാത്താനുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ആ സാത്താൻ അവനോട് പറയുന്നത് തന്റെ മകളെ കൊല്ലാനാണ്. ഈ സമയത്തൊന്നും തന്നെ മൈക്കിളിന് വേദന എന്താന്ന് അറിയാൻ പറ്റുന്നില്ല. അവനൊരു സൂചിയൊക്കെ എടുത്ത് കുത്തി നോക്കി. അവന് ഒന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. സാത്താൻ അവനോട് തന്റെ മകളെ കൊല്ലാനായിട്ട് പറഞ്ഞോണ്ടേയിരുന്നു. അപ്പോ മൈക്കിള് ദേഷ്യപ്പെട്ട സാത്താനോട് പറയും, നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, മറ്റ് ആരെ വേണമെങ്കിലും കൊല്ലാം, എന്റെ മകളെ നീ വിട്ടേക്ക്, ആ പേര് പറയരുത്. മൈക്കിള് പെട്ടെന്ന് തന്നെ ഒരു കത്തിയായിട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങി, തന്റെ കുഞ്ഞിന് പകരം മറ്റാരെങ്കിലും കണ്ടെത്താൻ. ഈ സമയത്ത് ഒരു സ്ത്രീ ജോലി കഴിഞ്ഞ് അതുവഴി നടന്നു പോകുന്നുണ്ട്. അവൻ ആ സ്ത്രീയുടെ പിന്നാലെ ഒരുപാട് ദൂരം ഫോളോ ചെയ്ത് ചെന്നെങ്കിലും അവന്റെ കയ്യിലെ കത്തി കണ്ടതും ആകെ പേടിച്ചു പോയി ആ സ്ത്രീ വേഗം തന്നെ തന്റെ കാർ എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. അവൻ വീണ്ടും ആ സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്താണ് അവിടെ റോഡ് സൈഡിലായിട്ട് ഒരു അപ്പൂപ്പൻ കിടന്നുറങ്ങുന്നത് കാണുന്നത്. ആ സാത്താൻ അവനോട് കൊല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നാൽ മൈക്കിളിനെ കൊണ്ട് അയാളെ കൊല്ലാൻ കഴിഞ്ഞില്ല. പാവം, അയാൾ എന്ത് തെറ്റ് ചെയ്തു? മൈക്കിള് നേരെ തന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ആരെയും കൊല്ലില്ല, നീ പോയി പണി നോക്കെന്ന് പറഞ്ഞ് അവൻ തന്റെ കയ്യില് ഒരു ഹാൻഡ് കാഫ് ഇട്ട് ലോക്ക് ചെയ്ത് അതിന്റെ ചാവി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അടുത്ത സെക്കൻഡിൽ തന്നെ ആ സാത്താൻ അവന്റെ ശരീരത്തിലെ ഓരോരോ എല്ലുകളായിട്ട് ഒടിക്കാൻ തുടങ്ങി. വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞ് ആ സാത്താൻ അവനെ ഒത്തിരി ഉപദ്രവിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ അവൻ ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്നു നോക്കുമ്പോ അവന്റെ കയ്യിലെ ഹാൻഡ് കാഫ് അതാരോ അഴിച്ചു മാറ്റിയിരുന്നു. മുറിയില് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് രക്തക്കറ കാണാം. ബ്ലഡ് കൊണ്ട് തന്നെ ഏരോ മാർക്ക് വരച്ചു വെച്ചിരിക്കുകയാണ്. അത് കണ്ടതോടെ മൈക്കിളിന് ആകെ പേടിയായി. അവൻ പെട്ടെന്ന് തന്നെ മുറിക്ക് പുറത്തേക്ക് ഓടി. അവിടെയൊക്കെ തന്നെ ആരോ ബ്ലഡ് കൊണ്ട് ഏരോ മാർക്ക് വരച്ചിരുന്നു. ആ ഏരോ മാർക്ക് നേരെ ചെന്ന് നിൽക്കുന്നത് താഴെ ടിവിയിലേക്കാണ്. മൈക്കിൾ ആ ടിവി ഓണാക്കി നോക്കി. ഇന്ന് രാവിലെ മൈക്കിളിന്റെ ഫ്രണ്ട് ജോർദാൻ, ആ ക്യാമറമാൻ ഇല്ലേ, അവൻ മൈക്കിളിനെ തെരഞ്ഞ് വീട്ടിലേക്ക് വന്നിരുന്നു. എന്നാ മൈക്കിളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ജോർദാൻ അറിയോ? ഇതെന്ത് കോലാടാ, നിനക്ക് എന്താ പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ജോർദാൻ ആ ഹാൻഡ് കാഫ് അഴിച്ചു മാറ്റി. അപ്പൊ തന്നെ ആ സാത്താൻ ക്യാമറ ഓഫാക്കി. പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയില്ല. ആകെ ഭയന്നു പോയ മൈക്കിള് പെട്ടെന്ന് തന്നെ ക്യാമറമാനെ ഫോൺ ചെയ്തു നോക്കി. എന്നാ ക്യാമറമാന്റെ ഫോൺ റിങ് ചെയ്യുന്നത് വീടിന് മുകൾ നിലയിൽ നിന്നാണ്. അവൻ ഓടിച്ചെന്ന് മകളുടെ മുറിയിലെത്തി. ആ സാത്താനാണെങ്കില് ക്യാമറമാനെ കൊന്ന് ചുമരില് തൂക്കിയിട്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടതോടെ മൈക്കിൾ ആകെ തകർന്നുപോയി. എന്റെ കൈകൊണ്ട് തന്നെ ആ സാത്താൻ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ കൊന്നുകളഞ്ഞു. ഇനി അധികം വൈകാതെ തന്റെ മകള് ബെത്ത്, അവരെ ആരെയും ആ സാത്താൻ വെറുതെ വിടില്ല. ഇതിനെല്ലാം കാരണം തന്റെ പിടിവാശിയാണ്, തന്റെ മണ്ടത്തരമാണ്. താൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ ആ വീട്ടിലുള്ള എല്ലാ ടാബ്ലറ്റ് എടുത്ത് കഴിക്കുന്നുണ്ട് മരിക്കാനായിട്ട്. അവൻ അവസാനമായിട്ട് ക്യാമറയിലേക്ക് നോക്കി മകളോട് സംസാരിക്കുന്നുണ്ട്. ഡാഡി നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, നിന്നെ രക്ഷിക്കാൻ ഇതല്ലാതെ ഡാഡിക്ക്
വേറെ വഴിയില്ല. ഈ ഫൂട്ടേജ് ആര് കണ്ടെത്തിയാലും നിങ്ങളിത് ലോകത്തിനെ കാണിക്കണം. ഞാൻ ചെയ്ത തെറ്റ് ഇനി ആരും ചെയ്യരുത്. സാത്താൻ, പിശാച് ഇതെല്ലാം സത്യമാണ്. പെട്ടെന്ന് ഈ സമയത്ത് മൈക്കിളിന്റെ ദേഹത്തെ ആ സാത്താൻ നീ മരിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാന്ന് പറഞ്ഞ് അവന്റെ തല പിടിച്ച് കണ്ണാടിയിലിടിച്ചു. അവൻ കഴിച്ച ടാബ്ലറ്റ് ഒക്കെ മൈക്കിള് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. എന്റെ അനുവാദം ഇല്ലാതെ നിനക്ക് മരിക്കാൻ കഴിയില്ല. വേറെ വഴിയില്ലാതെ മൈക്കിള് തന്റെ കയ്യില് ഇലക്ട്രിക് വയറൊക്കെ ചുറ്റി വെള്ളത്തിലേക്കൊക്കെ മുക്കി നോക്കി. എങ്ങനെ പോയാലും അവനെ കൊണ്ട് മരിക്കാനും കഴിയുന്നില്ല. ആ സാത്താൻ അവന്റെ തലയ്ക്കുള്ളിലിരുന്ന് അവന്റെ മകളെ കൊല്ലാനായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. അതിന് കാരണം അവന് തന്റെ മകളോടുള്ള സ്നേഹമാണ്. തന്റെ മകൾക്ക് വേണ്ടിയാണ് മൈക്കിള് ആ സാത്താനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. പിറ്റേന്ന് രാവിലെ ബെത്തും മൈക്കിളിന്റെ മകളും ചേർന്ന് കുഞ്ഞിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ആ വീട്ടിലേക്ക് വന്നു. ആ വീടിന്റെ അവസ്ഥ കണ്ട് ബെത്ത് ആകെ ഷോക്കായി. ഇത് വീട് തന്നെയാണോ? അവിടെ മൈക്കിളിനെ കാണാനില്ല. എല്ലി വേഗം തന്നെ തന്റെ പാവി എടുക്കാനായിട്ട് മുകളിലേക്ക് ഓടിപ്പോയി. ബെത്ത വീട്ടിലുള്ള രക്തക്കറകളും ചുമരില് വരച്ചിരിക്കുന്ന സാത്താന്റെ സിംബലുകളൊക്കെ കണ്ട് ആകെ കിളി പാറി നിൽക്കുന്ന നേരത്താണ് വീടിന്റെ വെളിയില് മറഞ്ഞിരിക്കുന്ന മൈക്കിള് ബെത്തിനെ ആക്രമിക്കുന്നത്. അത് മൈക്കിളല്ല, സാത്താനാണ്. ആ സാത്താൻ ബെത്തിന്റെ കഴുത്ത് പിടിച്ച് തിരിച്ച് അവന്റെ കൈകൊണ്ട് തന്നെ മൈക്കിളിന്റെ സഹോദരിയെ കൊന്നു. അതിനുശേഷമാണ് നായകൻ ഒന്ന് നോർമലായത്. ബെത്ത് അവിടെ മരിച്ചു കിടക്കുന്നത് അവനെ കൊണ്ട് താങ്ങാനേ കഴിഞ്ഞില്ല. എല്ലാം അവന്റെ കൈ വിട്ടു പോയി. അവൻ മകളെ കണ്ടതും ഉറക്കെ വിളിച്ചു പറയും, എല്ലി ഓടിക്കോ, നീ എവിടെങ്കിലും ചെന്ന് ഒളിച്ചിരിക്കി. ഡാഡി വിളിച്ചാലും ആര് വിളിച്ചാലും പുറത്തേക്ക് ഇറങ്ങി വരരുത്. ഇത് കേട്ടതും കുഞ്ഞ് മുകളിലേക്ക് ഓടിപ്പോയി. ആ സാത്താന്റെ കൺട്രോളിലായ മൈക്കിളാണെങ്കില് തന്റെ മകളെ കൊല്ലാനായിട്ട് മുകളിലേക്ക് ചെന്നു. മണം പിടിച്ച് ആ വീട് മുഴുവനും കുഞ്ഞിനെ തെരയുന്നുണ്ട്. അത് അവനെ കൊണ്ട് തടയാൻ പറ്റില്ല. കുഞ്ഞ് അമ്മയുടെ മുറിയിലാണ് ഒളിച്ചിരിക്കുന്നത്. അവള് അച്ഛനെ കണ്ടതും മുറിക്ക് പുറത്തേക്ക് ഓടി. മൈക്കിള് കുഞ്ഞിനെ പിടികൂടി. പെട്ടെന്നാണ് മേശപ്പുറത്തിരുന്ന ഒരു നാണയം തനിയെ കറങ്ങുന്നത്. അവനും ഒന്ന് നോർമലായി. സാം, ഇത് നീയാണോ? അവനെ തന്റെ വൈഫിന്റെ ശബ്ദം കേൾക്കാം. ഇനി തനിക്ക് ആ സാത്താനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല എന്നവൻ അറിയാം. അവൻ അവസാനമായി തന്റെ മകളെ നോക്കി വിൻഡോ ഗ്ലാസ് വഴി താഴേക്കൊരൊറ്റ ചാട്ടമാണ്. സ്പോട്ടിൽ തന്നെ മൈക്കിള് മരണപ്പെട്ടു. ഈയൊരു സീനോട് കൂടിയാണ് ദ പൊസഷൻ ഓഫ് മൈക്കിൾ കിങ് എന്ന ഈ ഒരു അമേരിക്കൻ ഫൗണ്ട് ഫൂട്ടേജ് ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. സപ്പോർട്ട് ചെയ്യാം. താങ്ക്